അങ്ങനെ എല്ലാവരെയും പൊട്ടിക്കരയിച്ചുകൊണ്ടുള്ള അടുത്ത ഒരു കിണ്ണങ്കാച്ചി പരിപാടിയാണ് ബിഗ് ബോസ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ അനിശേട്ടൻ വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, അതായത് ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാണ്ടൊക്കെ എല്ലാവരും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാൻ അങ്ങനെ ഉള്ളും കൊണ്ടൊന്നും ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആരോടെങ്കിലും സോറി പറയാനുണ്ടെങ്കിൽ അത് പറയാം എന്നൊരു പ്രമോയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ അനുമോൾ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് സോറി ചോദിക്കാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പുവാണ്, ആ കൂട്ടത്തിൽ ഒരാളെ തപ്പുവാണ്. എനിക്ക് തോന്നുന്നു ബിൻസീനിയാണോ അല്ലെങ്കിൽ ശൈത്യനാണോ തപ്പണേന്ന് അറിയത്തില്ല. എനിക്ക് സോറി പറയാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പാം. പുള്ളിക്കാരി എവിടെയും തപ്പുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് ഡൗട്ട് അടിക്കാമല്ലോ. അടുത്തതായിട്ട് നമ്മുടെ അക്ബറാണെങ്കിൽ ആര്യനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഒറ്റപ്പെടൽ എന്താണെന്ന് സത്യത്തിൽ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടൊക്കെ നിന്നൊരു വ്യക്തിയാണ് ഇവൻ. അപ്പോൾ ഇവനോട് ഞാൻ സോറി പറയുവാണ്, ഇവനോട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരനോട് സോറി പറയുന്നുണ്ട് ആര്യനോട്. അതേപോലെ തന്നെ നമ്മുടെ നെവിൻ വന്നിട്ട് എനിക്കൊന്ന് ഒനിലിനെ കുറിച്ചാണ് പറയണേന്ന് തോന്നുന്നു. നെവിനും പൊട്ടിക്കരയുന്നുണ്ട്, സോറി ഞാനൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഒനിലിനെയാണോ നെവിൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമുക്ക് ആ പ്രമോയിലുള്ള ഒരു കാര്യങ്ങൾ വെച്ചല്ലേ നമ്മൾ പറയുന്നത്. ലൈവിൽ എന്തായാലും സംഭവിച്ചില്ല, ലൈവിൽ സംഭവിക്കണമെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഷാനവാസ് വന്നിട്ട് അനീഷിനാണോ എല്ലാവരും പേഴ്സണലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ചെയ്തു തെറ്റുകൾക്ക് സോറി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നൂറ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആരോട് സോറി ഒന്നും ചോദിക്കാനില്ല, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല, എന്നിരുന്നാലും ഞാൻ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഇമോഷണൽ പ്രമോ ആണ് വന്നിട്ടുള്ളത്. ഇനി 2-3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കരയിപ്പിച്ച് വിടാൻ ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ടാവും. നല്ലൊരു ഫെയർവെൽ കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക, പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ അടിച്ചു പൊളിക്കുക.